എ പ്ലസിലൊന്നുമല്ല കാര്യം, മാർക്കിലാണ് കാര്യം. അപ്പോൾ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഈ സാധനം കാണിക്കുന്നിടത്ത് കുട്ടിയുടെ മാർക്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് സത്യമാണ്. അതായത് ടോട്ടൽ മാർക്സിൽ കാണിച്ചേക്കുന്നത് 128 മാർക്സ്. ഗൈസ് അത് പെർസെൻറ്റേജ് നോക്കിയപ്പോൾ മിസ്റ്റേക്ക് വന്നതാണ്. ഓക്കെ എന്ന് വെച്ചാൽ എന്തുവാണ് പെർസെൻറ്റേജ് നോക്കിയപ്പോൾ മിസ്റ്റേക്ക് വന്നതാണ്. ഓക്കെ എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. അറിയുന്നൊരു കമൻറ്റ് എലിജിബിൾ ആണ് അടുത്ത ഹയർ സ്റ്റഡീസിൽ പോകാൻ. ഇപ്പം ടോട്ടൽ എൻ്റെ പെർസെൻറ്റേജ് 90.67%. ഓക്കെ 90.67%. വീണ്ടും പറഞ്ഞു തെറ്റി പറഞ്ഞല്ല. അപ്പോൾ കുട്ടി പഠിച്ചേക്കുന്നത് അങ്ങനെയാണ്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. കുറച്ച് നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്ന കുറച്ച് പേര് അയച്ചു തന്നിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു, കുറച്ച് ദിവസമായി. അപ്പോൾ അതിൻ്റെ കുറച്ച് സംഭവങ്ങൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് അയച്ചു തന്ന ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ശരിയുണ്ടെന്ന് തോന്നി. അതാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. എന്താണെന്നുള്ളത് നോക്കാം. പൂജയും അമലും ഒരു ന്യൂലി മാരീഡ് കപ്പിളാണ്. അപ്പോൾ കുട്ടിയുടെ പ്രായവും അതിൻ്റെ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ രക്ഷകർത്താക്കളെ വിട്ടിട്ട് ഒരാളോടൊപ്പം ജീവിക്കാൻ പോയി എന്നുള്ളൊരു കാര്യം, സ്വയം ജീവൻ തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യമൊക്കെ ഒരുപാട് ചർച്ചയായിട്ടുണ്ട്, വിവാദമായിട്ടുണ്ട്, ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വളരെ ആരോഗ്യപരമായ രീതിയിൽ തന്നെ അതിനെ വിമർശിച്ചിട്ടുണ്ട്. ഒരിക്കലും ആ ജീവിതം നശിപ്പിക്കണമെന്നോ അവരുടെ ലൈഫ് നശിക്കണമെന്നോ ഒരിക്കലും ഞാൻ മനസ്സുകൊണ്ടുകൂടി ചിന്തിച്ചിട്ടില്ല. വീഡിയോ നിങ്ങൾക്ക് കണ്ടവർക്കറിയാം. ബട്ട് ഇവിടെ എല്ലാവരും പറഞ്ഞിരുന്നൊരു കാര്യം, ആ കുട്ടിയുടെ വിദ്യാഭ്യാസം അത് ഫ്യൂച്ചർ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിലവിൽ +2ൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഈ കുട്ടി എക്സാം എഴുതിയിരുന്നു, റിസൾട്ടൊക്കെ വന്നിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയ്ക്കകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഗൈസ് പൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയത്. അപ്പം നമുക്ക് എല്ലാവരും അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. ഓക്കെ, എല്ലാവരും പുള്ളിക്കാരത്തിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും പൊന്നു വിജയിക്കട്ടെ. കേരള മാധ്യമ റിസൾട്ടാണ് സ്വീകരിക്കുന്നത്. ചെക്ക് റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. കൊടുത്തില്ലേ? ഗ്രൂപ്പ് എല്ലാം കത്തണം. ഗൈസ് അപ്പൊ എന്റെ റിസൾട്ട് വന്നു. ഇവിടെ ടെൻഷൻ അടിച്ചിരുന്നു ഞാൻ. ഗൈസ് എന്തായാലും കൺഗ്രാറ്റ്സ്. തീർച്ചയായിട്ടും അത് ഒരു കുഞ്ഞനുജത്തിയാണ്. അപ്പോൾ അത് അടുത്ത് ഒരു ജീവിതത്തിലേക്ക് കടന്നു. അതിനുശേഷവും വിദ്യാഭ്യാസം തുടർന്ന് അതിന് സഹായിച്ചിട്ടുള്ള ഒരു പയ്യനെയും സത്യം പറഞ്ഞ ഈ ഒരു അവസരത്തിൽ ഞാൻ അവനോടും എനിക്ക് ഒരു എന്താ പറയുക ബഹുമാനമാണ്. അല്ലാതെ വീട്ടിൽ കൊണ്ടിട്ട് വീട്ടിലിരുന്ന് ഭക്ഷണം ഉണ്ടാക്കി തന്ന് വീട്ടു ജോലി ചെയ്ത് നടക്കുന്നതിനപ്പുറം പഠിപ്പിച്ചല്ലോ. അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനകത്ത് ചില കാര്യങ്ങളിൽ ഞാൻ ഇതിനു മുമ്പും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തതിനകത്ത് ഞാൻ പറഞ്ഞു, ഇവരൊരു മാതൃകയായിട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മാതൃക മീൻസ് എന്താണ്? അതായത് ഇവർ ഇപ്പോൾ ഒരു ചെറുപ്രായത്തിൽ തന്നെ വിദ്യാഭ്യാസം നേടേണ്ട പ്രായത്തിൽ മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് അതുപോലെ തന്നെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോട് യാതൊരു തരത്തിലുള്ള ഒരു ഇതുമില്ലാതെ പെട്ടെന്ന് തോന്നിയ ഒരു ജീവിതം തിരഞ്ഞെടുക്കുന്നു എന്നുള്ള കാര്യമാണ്. അവരുടെ ഇഷ്ടമാണ്, സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ ഭരണഘടന അനുവദിക്കുന്നുമുണ്ട് പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ജീവൻ തിരഞ്ഞെടുക്കുന്നതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു ഇത്രയും ഇമ്മച്യൂർ ആയിട്ടുള്ള തീരുമാനങ്ങൾ ഫ്യൂച്ചറിൽ അവർക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാട് ഒരുപാട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നിരന്തരം ദൈനംദിന ജീവിതങ്ങൾ. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഇവർ ഈ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ വിവാഹം കഴിക്കുന്ന ആ ഒരു കാര്യം സമൂഹത്തിനൊരിക്കലും നല്ലൊരു സന്ദേശമല്ല. അത് ആരും തിരഞ്ഞെടുക്കാൻ പാടില്ല എന്നുള്ളത് അന്ന് പറയുന്നതും ഇന്നും ഞാനത് തന്നെ പറയുന്നു, ഒരു മാറ്റവുമില്ല. പക്ഷേ അവർ ജീവിതം തുടങ്ങി വെച്ച സ്ഥിതിക്ക് നമുക്ക് ആ ജീവിതം തുടങ്ങിയവരെ നമുക്ക് ഇനി ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ നിങ്ങൾ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കാനോ പാടില്ല. കാരണം അവർ ജീവിക്കട്ടെ, അത്രയേ ഉള്ളൂ. ഓക്കെ, ബാക്കി കേൾക്കാം. എനിക്ക് കോളുകളൊക്കെ വരുന്നുണ്ട്. അമ്മയെ ഹലോ, പാസ്സായി. എല്ലാ വിഷയം പാസ്സായി. എവിടാ? അന്ന് ചോട്ടിപ്പോ വരും വിളിക്കാൻ. വരണോ? ഗൈസ് അപ്പോൾ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഈ സാധനം കാണിക്കുന്നിടത്ത്
കുട്ടിയുടെ മാർക്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡി സത്യമാണ്. അതായത് ടോട്ടൽ മാർക്സിൽ കാണിച്ചേക്കുന്നത് 128 മാർക്സ്, 179 മാർക്സ്, 117, 118 ഒക്കെയാണ്. അതായത് 100+ ഉണ്ട്, എന്നാൽ ഒരു ആവറേജ് മാർക്സാണ് അതിനകത്ത് കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇപ്പം ഇത് +2 എഴുതിയ കുട്ടികൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും 200 മാർക്സാണോ പരീക്ഷ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് മാർക്ക് ഉണ്ട് എങ്കിൽ ഇത്തിരി മാർക്ക് കുറവുമാണ്. ഓക്കെ, അപ്പം ഞങ്ങളുടെ ഫാമിലി നമ്മുടെ കുറച്ച് കുഞ്ഞ് അനിയത്തിമാരൊക്കെ പരീക്ഷ എഴുതി അവർക്കും ഇതുപോലെ മാർക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഫുൾ A+ വാങ്ങിയവരുണ്ട്, കുറച്ച് A+ കിട്ടിയവരുണ്ട്, A+ കിട്ടാത്തവരൊക്കെ ഉണ്ട്. A+ എന്നുള്ളൊരു സംഭവം അല്ലെങ്കിൽ വളരെയധികം മാർക്ക് വാങ്ങുന്നത് അവർ മാത്രമാണ്, അങ്ങനെയൊന്നുമല്ല. ലൈഫിൽ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള, ഇന്ന് ലോകം അറിഞ്ഞിട്ടുള്ള പല പ്രമുഖരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരാരും ഈ എഡ്യൂക്കേഷൻ്റെ ബേസിൽ മാത്രമല്ല അവർ വളർന്നു വന്നിട്ടുള്ളത്. അതൊന്നുമല്ല, അത് മോശമൊന്നുമല്ല. ഓക്കെ, എഡ്യൂക്കേഷൻ വേണം, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല മാർക്ക് വാങ്ങുന്നവർക്ക് ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ ഇത് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസം ഒരിക്കലും മോശമല്ല. അപ്പോൾ ആ കുട്ടിക്ക് എലിജിബിൾ ആണ്. ഓക്കെ, ഇനി ബാക്കി കാണാം. പാസ് ആയിട്ടുണ്ട്. ഇത് എന്റെ പേര് തന്നെയാണ്, നിങ്ങൾക്ക് അതും കൂടെ ഞാൻ കാണിക്കാം. പൂജ B 2 എന്റെയാണ്, പാസ് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ A+ ഒന്നുമല്ല കാര്യം, മാർക്കിലെടുത്തു. A+ലൊന്നുമല്ല കാര്യം, മാർക്കിലാണ് കാര്യം. ആ കുട്ടി പറഞ്ഞു വയ്ക്കുന്നു. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? A+ എന്നുള്ള സംഭവത്തിൻ്റെ അകത്ത് ഉള്ളത് കുറവായിരിക്കാം എന്നൊരു തോന്നൽ. എനിക്ക് അയച്ചുന്ന ആൾക്കാരും ഇതന്നെ പറഞ്ഞു, കുട്ടി കബളിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതായത് എന്തായി കബളിപ്പിക്കൽ, നമുക്ക് വഴിയെ വരാം. ഞാൻ പാസ് ആയിട്ടുണ്ട്. എനിക്ക് പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ പാസ് ആവോ ഇല്ലയോ എന്നുള്ള പേടിയായിരുന്നു. പക്ഷെ ഞാൻ പാസ് ആയി, എനിക്ക് ഹയർ സ്റ്റഡീസിലേക്ക് പോവാം. പിന്നെ അമ്മയൊക്കെ വന്നിട്ട് അമ്മയൊക്കെ വിളിച്ച് അമ്മയോട് പറഞ്ഞു, ഇനി അമ്മയൊക്കെ നേരിട്ടുള്ള സന്തോഷ പ്രകടനങ്ങൾ നമ്മൾ കാണിക്കാം. പിന്നെ കേക്ക് കുടിക്കണം. പിന്നെ എന്ത് വേണ്ട, നമുക്ക് മാറിപ്പോകും. പിന്നെ മാളിലോട്ട് പോകാൻ ഇപ്പം ഇതിനകത്ത് ഇപ്പം ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ പബ്ലിക് ലൈഫുണ്ട്, പ്രൈവറ്റ് ലൈഫുണ്ട്, വളരെ പേഴ്സണൽ ലൈഫുണ്ട്. 3 ലൈഫുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം നമുക്കിപ്പോൾ വിജയത്തിൽ ഏറിയ ഭാര്യയെ, പങ്കാളിയെ ചേർത്ത് പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും ഒരു പ്രശ്നമല്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് പർപ്പസ്ഫുള്ളി ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു ഇത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. കാരണം ഇതൊരു ആ വിജയത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പബ്ലിക്കിനെ കാണിക്കുന്നത് പോലെയാണ് ഇതെല്ലാം കാണിക്കുന്നതെങ്കിൽ അത് ശരിയല്ല. അതല്ല, യാന്ത്രികമായിട്ടല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അടക്കി പിടിച്ച് ഒരു ഉമ്മ കൊടുത്താലും അതിനകത്ത് യാതൊരു പ്രശ്നമൊന്നുമില്ല. മറിച്ച് അതൊരു കട്ട് ബൈ കട്ടായിട്ട് അങ്ങനെ ചെയ്ത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത്, ദാറ്റ്സ് യുവർ വിഷ് ആൻഡ് ദാറ്റ്സ് യുവർ ചോയ്സ്. ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഗൈസ്, നമ്മള് എന്റെ പെർസെന്റേജ് കൂട്ടി. അപ്പൊ കൂട്ടിയിട്ട് എന്റെ പെർസെന്റേജ് എനിക്ക് കിട്ടിയത് 90.67%. 90.67%. 90. അപ്പൊ ഗൈസ്, നമ്മള് എന്റെ പെർസെന്റേജ് കൂട്ടി. അപ്പൊ കൂട്ടിയിട്ട് എന്റെ പെർസെന്റേജ് എനിക്ക് കിട്ടിയത് 90.67%. 90.67 എന്ന് പറയത്തില്ല, പോയിന്റ് കഴിഞ്ഞ് വരുന്നതിന് നമ്മൾ ഓരോ അക്കങ്ങളായിട്ടാണ് പറയാറുള്ളത്. ഓക്കെ, അത് 90.67, 67 എന്ന് പറയത്തില്ല കേട്ടോ. അപ്പം ഇത്രയും മാർക്സ് വാങ്ങി 90% മാർക്ക് വാങ്ങി 90% മാർക്ക് വാങ്ങി എന്ന് അവകാശപ്പെടുന്ന പൂജ, ആ മാത്സ് പഠിക്കുന്ന പൂജ, അത് സ്വാഭാവികമായിട്ടും 90.67 എന്ന് എങ്ങനെ പറയും? 90.67 എന്ന് ഒരിക്കലും പറയത്തില്ല. 90.67. ഇതൊക്കെ നമ്മളൊരു 6ാം ക്ലാസ് 5ാം ക്ലാസ് കാലഘട്ടത്തിൽ തന്നെ നമ്മൾ പഠിച്ചു വരുന്നതാണ്. ദശാംശ സംഖ്യകളും മറ്റുള്ള കാര്യങ്ങളും ഇല്ലേ? മാത്സിൽ വളരെ പുറകിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോഴും അതങ്ങനെ ഈ ഇത്രയും മാർക്ക് വാങ്ങിയെന്ന് അവകാശപ്പെടുന്ന ആൾ പറയുന്നത്. പിന്നെ 90.67 മാർക്ക് വാങ്ങി എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല കേട്ടോ. കാരണം ഞാൻ നിങ്ങളെ വിജയത്തിനെ ഞാൻ വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അത് എന്തായിരുന്നാലും വിജയം തന്നെയാണ്. അതിനകത്ത് വലിയ വിജയം ചെറിയ വിജയം എന്നല്ല, വിജയമാണ്. അതുപോലെ തന്നെ തോൽവിയുമാണ്. അത് തോറ്റ കുട്ടികൾക്ക് പരീക്ഷ എഴുതി അടുത്ത് വിജയിക്കാമെന്നുള്ള കാര്യമേ ഉള്ളൂ. അങ്ങനെ വന്ന ഒരാളാണ് ഞാൻ കേട്ടോ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇവിടെ വിജയം കരസ്ഥമാക്കിയതിന് ആൾക്കാരെ പബ്ലിക്കിനെ കബളിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു ലളിതമായൊരു ചോദ്യമാണ്. അതായത് 90.67 മാർക്സ് എന്നുള്ളൊരു സാധനം താങ്കൾ കൊണ്ടുവന്നുള്ളൊരു കാര്യത്തിനകത്ത് സംശയം ഉന്നയിക്കുന്നതല്ല. അതിനകത്ത് കാണിച്ചിരിക്കുന്ന മാർക്ക് ലിസ്റ്റിൻ്റെ പ്രകാരം അതിനകത്ത് 112 അങ്ങനെയൊക്കെയുള്ള മാർക്കൊക്കെ വെച്ചിട്ട് ഇത്രയും വലിയ പെർസെൻറ്റേജ് കിട്ടി എന്ന് പറയുന്നതിനകത്ത് ആൾക്കാരെ കബളിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്നോട് പറഞ്ഞ ആൾക്കാരും പറഞ്ഞത് അതിനകത്ത് ശരിയാണോ നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞാണ്. ഇപ്പം ഞാൻ പെൻഡിങ്ങിൽ വെച്ചിരുന്നു, കണ്ടു നോക്കിയപ്പോഴേക്കും അതിനകത്ത് അവർ പറയുന്നതിനകത്തൊരു യാഥാർത്ഥ്യം ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ആരെയും പ്രൂവ് ചെയ്യേണ്ട എങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങളുടെ വിജയമാണ്, നിങ്ങളുടെ സംഭവമാണ്. പക്ഷേ
നമ്മളെ ആൾക്കാർ കുറേ നാളുകൊണ്ട് ചോദിക്കുന്നു, നിങ്ങളൊരു വേറൊരു വിവാഹ ജീവിതം തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങളെ വിദ്യാഭ്യാസം ഒക്കെ താഴെ പോകത്തില്ലേ? അതുകൊണ്ട് ആൾക്കാരെ പ്രീതിപ്പെടുത്താനും ആൾക്കാരെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അഭിനയിച്ചുകൊണ്ട് വെറുതെ ഒരു കള്ളത്തരം നമ്മളെ കാണുന്ന ജെന്യൂനായിട്ടുള്ള ആൾക്കാരെ, നമ്മുടെ പ്രേക്ഷകരെ കബളിപ്പിക്കുന്ന ഒരു പരിപാടിയും ശരിക്കും പറഞ്ഞാൽ എത്തിക്കലല്ല, അത് നല്ലതിനുമല്ല, അതൊരിക്കലും ഗുണം ചെയ്യത്തുമില്ല. അങ്ങനെ ചെയ്യരുത്. പകരം നമുക്കിപ്പോൾ ഇത്ര മാർക്സാണ് നമുക്കുള്ളത്, വിജയിച്ചല്ലോ, അത് തന്നെ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടി, അപ്പം എനിക്ക് ഇന്ന സംഭവങ്ങളിനകത്ത് കുറച്ച് മാർക്ക് കുറവാണ്, അതുകൊണ്ട് എനിക്ക് ഇത്ര പെർസെൻറ്റേജ് ഉണ്ട്, അത്രയേ ഉള്ളൂ എന്നുള്ള കാര്യം ജെന്യൂനായിട്ട് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണെന്നും, അതല്ല ഇപ്പോൾ 100% മാർക്ക് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് ആൾക്കാരെ മുമ്പിൽ കബളിപ്പിച്ചാലും അതിനകത്ത് വേറെ തെറ്റുണ്ടോയെന്ന് ഞാൻ പറയത്തില്ല. ബട്ട് അത് നിങ്ങളെ കാണുന്ന നിങ്ങളെ പ്രേക്ഷകരോട് നിങ്ങൾ കാണിക്കുന്ന അനീതിയാണ്, അക്രമമാണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. 90.67 എന്ന് മാർക്കെന്ന് പറയുന്ന ആ ഒരു ഓക്കെ, അത് ഓരോരുത്തർക്ക് തെറ്റ് പറ്റാം, ബട്ട് ഇത് തെറ്റല്ല. മാത്സ് അറിയുന്ന ഒരാളും അങ്ങനെ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ പറയൂ. ഓക്കെ, നോക്കാം. ഇപ്പോൾ റിസൾട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കുറേ പേര് കമന്റിലും ഷോർട്സിലും വന്ന് ചോദിച്ചു എന്താ റിസൾട്ട് പറയാത്തേന്ന്. ഇപ്പോൾ ഞാൻ ജയിച്ചു, എലിജിബിൾ ആണ് അടുത്ത ഹയർ സ്റ്റഡീസിൽ പോകാൻ. ഇപ്പം ടോട്ടൽ എൻ്റെ പെർസെൻറ്റേജ് 90.67%. ഓക്കെ, 90.67%. വീണ്ടും പറഞ്ഞു, തെറ്റി പറഞ്ഞല്ല. അപ്പോൾ കുട്ടി പഠിച്ചേക്കുന്നത് അങ്ങനെയാണ്. അതായത് 100.85 എന്ന് പറഞ്ഞാൽ 100.85 എന്ന് പറയും. അതാണ് സംഭവം. നമ്മുടെ ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇത് തന്നെയൊക്കെയല്ലേ പറഞ്ഞത്, ഇതുപോലത്തെ ഒരു സംഭവമൊക്കെയാണ്. അപ്പോൾ എന്താണ് 2,900,000 എങ്ങനെ എന്താ സംതിങ്. നമുക്ക് പൊന്നിന് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കാൻ പോകുന്നത്. പൊന്നു +2 പാസ്സായി, അപ്പോൾ നമുക്ക് മാളിലോട്ട് പോകാം. ഓക്കെ, സോ പിന്നെ നമുക്ക് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാൻ കുറച്ച് ലഡുവും പിന്നെ കുറച്ച് പായസമൊക്കെ വെക്കാനുള്ള സാധനം വാങ്ങണം. അപ്പോൾ അതെല്ലാം കൂടെ പർച്ചേസ് ചെയ്യാനാണ് നമുക്ക് പോകുന്നത്. ഓക്കെ, നമുക്ക് കാണാൻ ബാക്കി. ഓക്കെ, അവരപ്പോൾ പുറത്തേക്കൊക്കെ പോവുകയാണ് മഴയത്ത്. കുട്ടികളാണ്. ഞാൻ പിന്നെ എന്ത് പറയാം, നമുക്കിപ്പം ഈ ഒരു കാരണം കൊണ്ട് അവരങ്ങനെ കടന്നാക്രമിച്ച് അവർ ചെയ്തിട്ടൊരു വലിയ മഹാപാതകമാണ്. ചിലപ്പോൾ എല്ലാവരും ഇങ്ങനെ വിമർശിക്കുന്നതൊക്കെ അല്ലേ, ട്രോളൊക്കെ വരുന്നതൊക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേക്കും തൻ്റെ മാർക്ക് തീരെ കുറവാണെന്നുള്ള കാര്യം, ചിലപ്പോൾ അല്ലെങ്കിൽ കുറച്ച് മാർക്ക് കുറവാണെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീണ്ടും ചിലപ്പോൾ മോശമായ കമൻറ്റുകൾ വല്ലതും ചെയ്താലോ, ചിലപ്പോൾ വീണ്ടും പരിഹസിച്ചാലോ എന്നുള്ള ചിന്ത കൊണ്ടാണ് ചില കുറുക്ക് വഴി തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ കുറുക്ക് വഴി ഇപ്പം അതിനെക്കാട്ടിലും വലിയ ദോഷമായിട്ട് മാറിയതുപോലെ തോന്നുന്നു. എൻ്റെ പൊന്നു കുട്ടികളെ, നിങ്ങൾക്ക് കുട്ടികളെ എന്ന് വിളിക്കാൻ അങ്ങനെയുള്ള പ്രായമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 41 years old ആണ് ഞാൻ. അതായത് 1985 ജനിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കത് അങ്ങനെ വിളിക്കാൻ പറ്റും. ഓക്കെ, എനിക്ക് 2 കുട്ടികളുള്ള ആളാണ്. ഓക്കെ, അതുകൊണ്ട് പറയാം. അപ്പം നിങ്ങൾ ആൾക്കാരെ നോക്കണ്ട, പബ്ലിക്കിനെ ബോധിപ്പിക്കുകയും വേണ്ട. നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് കഞ്ഞി വയ്ക്കുന്നത്, അരി വെക്കുന്നത് ഈ പുള്ളിക്കാരന് കഷ്ടപ്പെട്ടിട്ടോ ആ വീട്ടിലുള്ളവർ കഷ്ടപ്പെട്ടിട്ടോ ഒക്കെ തന്നെയാണ്. നിങ്ങൾ തൊട്ടടുത്തുള്ള ആൾക്കാരോ സോഷ്യൽ മീഡിയക്കകത്തുള്ള ആൾക്കാരോ ഒന്നുമല്ല നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്നത്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്നത്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ആരെ ബോധിപ്പിക്കണം? ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങളെ ഇപ്പോൾ കുറച്ചെങ്കിലും നിങ്ങളിപ്പോൾ പൂജയും അമലും പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് അറിയപ്പെടുന്നത്, നിങ്ങളെ നിലനിർത്തുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം. കുറേ പേര് ഹേറ്റേഴ്സ് ഉണ്ടാവാം, അതൊക്കെ സ്വാഭാവികമാണ്. അവരുടെ മുമ്പിൽ നിങ്ങൾ പറയുന്നത് ജെന്യൂനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ക്രെഡിബിലിറ്റി എന്നുള്ള സാധനം ഉണ്ടാവും. അതർവൈസ് അത് ലോസ് ആയി കഴിഞ്ഞാൽ, അത് ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ, നശിച്ചു പോയി കഴിഞ്ഞാൽ പരിഹാസ കഥാപാത്രങ്ങളായിട്ട് മാറേണ്ടി വരും. അത് വേണോ വേണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഇനി കമൻറ്റ് ബോക്സ് നോക്കട്ടെ ഗൈസ്. അത് പെർസെൻറ്റേജ് നോക്കിയപ്പോൾ മിസ്റ്റേക്ക് വന്നതാണ്. ഓക്കെ എന്ന് വെച്ചാൽ എന്തുവാണ്? പെർസെൻറ്റേജ് നോക്കിയപ്പോൾ മിസ്റ്റേക്ക് വന്നതാണ്. ഓക്കെ, എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. അറിയുന്നവരുന്ന് കമൻറ്റ്. ഇത് 10 days മുമ്പ് വന്ന വീഡിയോ 8 ദിവസത്തിന് ശേഷം എന്ന് കമൻറ്റ്. അതെന്താ ഉദ്ദേശിക്കുന്നത്? മിസ്റ്റേക്ക് ഒന്നുമല്ല, ചുമ്മാ ഒന്ന് തള്ളി നോക്കിയതാ, ഏറ്റില്ല. നിങ്ങളെപ്പോലെ അല്ല, എല്ലാവരും പൊട്ടന്മാരല്ല. ഇത് മിസ്റ്റേക്ക് എന്ന് എങ്ങനെ പറയാൻ തോന്നി? 60%, 90% ചെറിയ ഡിഫറൻസാണ്. 60%ഓ എന്ന് വെച്ചാൽ 60% ആണോ പുള്ളിക്കാരത്തിൻ്റെ മാർക്ക്? 90% എന്നുള്ളൊരു കാര്യമാണോ മാറ്റി പറഞ്ഞതാണോ? അപ്പോൾ ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. മാത്സിലെ മാർക്ക് നോക്കിയ കണക്ക് തെറ്റിങ് ഞങ്ങളൊക്കെ നിന്നെപ്പോലെ പൊട്ടന്മാരാണെന്ന് വിചാരിച്ചു. ഓക്കെ, രൂക്ഷമായ കമൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയോ ഈ സംഭവം കാണിച്ചിരിക്കുന്ന ഇത് തെറ്റാണ് കേട്ടോ. ഒരുപാട് പണവും പൈസയും കൊടുത്ത് കെട്ടിച്ചുവിട്ട പെൺകുട്ടികൾക്ക് ഒട്ടും വിലയില്ലാതെ കൊന്നു തള്ളുന്ന കാലത്ത് ഈ ചെറുപ്രായത്തിൽ ഈ പയ്യൻ ആ കുട്ടി ഇതുപോലെ സ്നേഹിക്കുന്നില്ലേ? എത്രയോ നല്ല കാര്യമാണ്. സീരിയസ്ലി നല്ല കാര്യമാണ്. ഞാനും അതേ പറയുന്നുള്ളൂ. ജീവിതം തുടങ്ങി വച്ചു. ഇപ്പം ഒരു ധനികനായ ഒരു വ്യക്തിയുടെ മകൾ, വളരെ പ്രൗഢിയിൽ, വളരെ സാമ്പത്തിക ഭദ്രതയിലൊക്കെ വളർത്തിയ കുട്ടി, തൊട്ടടുത്തുള്ള ഒരു ചെറ്റക്കുള്ളിൽ താമസിക്കുന്ന ഒരു യുവാവുമായിട്ട് പ്രണയത്തിലെത്തുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇവർ നാടുവിടുന്നു, അഥവാ ഒളിച്ചോടുന്നു, വിവാഹിതരാകുന്നു. അപ്പോൾ വീട്ടുകാർക്കെല്ലാം കലിതുള്ളി നിൽക്കുകയാണ്, ഞങ്ങളെങ്ങനെ വളർത്തിയ കുട്ടിയാണ്. അതിനുശേഷം കുറച്ച് കാലം കഴിയുന്നു. ഇവർ തമ്മിൽ വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വയ്ക്കുന്ന രീതിയിലായിരുന്നു. കുറച്ച് കാലം കഴിയുന്നു. അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു. കൊച്ചു കുഞ്ഞ് ജനിക്കുന്നു. സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് ആദ്യം തോന്നും, ഓക്കെ എന്തായാലും പോയി, ഇനി ജീവിക്കട്ടെ, ഇനി എന്തായാലും പോയല്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു കൊച്ചുമായി.
അങ്ങനെ വീട്ടിലേക്ക് പതുക്കെ വിളിക്കുന്നു, ഒരുമിച്ച് ജീവിക്കാൻ, അവർ ഒരുമിച്ച് കുടുംബം ഉള്ളവർ അങ്ങോട്ടും കൊടുത്ത് വീട്ടിലേക്ക് തന്നെ തിരിച്ചു കയറ്റുന്നു. ആ പയ്യനെയും നല്ല രീതിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു തെറ്റുമില്ല. നമ്മൾ ചിന്തിക്കുന്ന ഇപ്പം ദന്തഗോപുരങ്ങളിൽ ഇരുന്നാലും ചിന്തകൾക്കൊപ്പം വളരാൻ വേണ്ടിയിട്ട് നമ്മളെ കുഞ്ഞുങ്ങൾ വളരണമെന്ന് യാതൊരു നിർബന്ധവും വാശി പിടിക്കരുത്. ഒരുപാട് പ്രഷർ ചെയ്ത് ഇപ്പം ഞാൻ പറയുന്നവരെ തന്നെ നീ കെട്ടണമെന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. കാലഘട്ടം തന്നെ മാറിയിട്ടുണ്ട്. പണ്ട് കാലം മുതലേ ഒളിച്ചോട്ടമുണ്ട്. ഇപ്പോഴും പറയും പുതിയ കാലഘട്ടത്തിലെ പിള്ളേരാണ് ഒളിച്ചോടുന്നത്. ആരാ പറയുന്നത്? പണ്ട് കാലത്തേക്ക് ഇതിനെക്കാട്ടിലും കൊച്ചു പ്രായത്തിൽ ഒളിച്ചോടി പോയിട്ടുണ്ട്. ഇതിനെക്കാട്ടിലും അപ്പുറമുള്ള പരിപാടികൾ പണ്ട് കാലത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കാലത്തെ പിള്ളേർ മൊത്തം മോശമാണെന്നും അവരെല്ലാം ജെൻസി കാലഘട്ടത്തിലെ പിള്ളേർക്ക് നല്ല പിള്ളേർ ഒരുപാട് നല്ല പിള്ളേരാണ്. എനിക്കത് പറയാൻ പറ്റും. 100% ഒരുപാട് നല്ല പിള്ളേർ, 97% നല്ല പിള്ളേർ, വളരെ മൈന്യൂട്ടായിട്ടുള്ള. പണ്ടത്തെ പോലെയൊന്നും അല്ല. പണ്ടൊക്കെ എടുത്ത് ഞാൻ 50-50 ആണ്. ഇന്ന് അങ്ങനെയല്ല. ഈ കാലഘട്ടത്തിലെ പിള്ളേർ 90% എബോ അടിപൊളിയാണ്, നല്ല പിള്ളേരാണ്. അത്രയും അതുകൊണ്ട് പറയാം. അപ്പം ഇവർ കല്യാണം കഴിഞ്ഞ് പോയടേ, കല്യാണം കഴിഞ്ഞ് പോയി ഇനി അവരുടെ ജീവിതം ജീവിക്കട്ടെ. ഓക്കെ, ഇപ്പോൾ ഒരു ഫാമിലി പ്ലാനിങ് അവർക്ക് വളരെയധികം അത്യാവശ്യമാണ്. ആ കുട്ടി പഠിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി പ്ലാനിങ് അത്യാവശ്യമാണ്. അല്ലാതെ ആ കുട്ടിയെ കാണുമ്പോൾ തന്നെ അറിയാം കൊച്ചു കുട്ടിയാണ്. അതിന് ഒക്കാത്ത ഒരു ഭാരം എടുത്ത് കൊടുക്കരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. ഒക്കാത്ത ഭാരം ഒക്കത്ത് വെച്ച് കൊടുക്കാതിരിക്കുക. അത് കുറച്ചുകൂടെ പഠിക്കട്ടെ, കുറച്ചുകൂടെ മെച്യൂരിറ്റിയൊക്കെ വരട്ടെ, അല്ലേ? ആ പയ്യൻ പഠിപ്പിക്കുന്നെങ്കിൽ നല്ല കാര്യം. അങ്ങനെയൊക്കെ പോട്ടെ, ജീവിതം ജീവിച്ച് തീർക്കട്ടെ. അതുകൊണ്ടാണ് കേട്ടോ. അവർ നന്നായിട്ട് പോട്ടെ. ട്രോള് കണ്ട് വന്നവരുണ്ടോ? അപ്പോൾ ട്രോളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. 90.67, 90.67 ഇത്രയും ശതമാനം ഉണ്ടെങ്കിൽ മാർക്ക് ലിസ്റ്റ് ആഡാക്കി വീഡിയോ ഇടാം. ബാക്കിയുള്ളവർക്കുള്ള മറുപടി അതല്ലേ വേണ്ടത്. 90 പോയിന്റ് കഴിഞ്ഞു. ഓക്കെ, എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞത്. ആ ഒരു 90 പോയിന്റ് 10% കൂടെ ഉണ്ടെങ്കിൽ A+ ഇല്ലാതെ 100% മാർക്ക് കിട്ടിയ ആളായി മാറിയാണ്. 64.25 ആണെന്ന് എങ്ങനെ മനസ്സിലായി? അതെന്താ അങ്ങനെയൊക്കെ ഉണ്ടോ? എന്താണെന്ന് അറിയത്തില്ല. ഇതിനകത്ത് പല ആൾക്കാരും കമൻറ്റ് ചെയ്തേക്കെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇത്രയും ഫുൾ A+ കിട്ടിയിട്ട് 90% മാർക്കൊക്കെ ഉള്ളൂ, 90.67 എന്തൊക്കെയൊക്കെ കമൻറ്റുകൾ പറഞ്ഞു. കുട്ടി 90% കിട്ടിയതിൽ മിസ്റ്റേക്ക് ഉണ്ട്, എന്തൊക്കെയോ 90.67 എല്ലാവരും അത് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഫുൾ A+ കിട്ടിയ എനിക്ക് 94%. 4 സബ്ജക്റ്റ് ഇതിൽ കാണിക്കുന്നുണ്ടല്ലോ, അതിലൊന്നും A+ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ പോയാലും 90% കിട്ടില്ല. സത്യം, റിയലി. അത് ഞാൻ പറഞ്ഞില്ലേ, ചില മനുഷ്യർ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ചില കള്ളത്തരങ്ങൾ പറയും. ചില സാഹചര്യങ്ങളിൽ കള്ളത്തരം പറഞ്ഞുമ്പോൾ ഇത് മനഃപൂർവ്വമായിട്ട് പറഞ്ഞതാണ് എന്നുള്ളൊരു കാര്യം സത്യമാണ്. ചിലപ്പോൾ ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കള്ളത്തരങ്ങളാണ്. ചില സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പം നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്നവരൊക്കെ വളരെ പ്രൗഢഗംഭീരമായ രീതിയിലൊക്കെ നിൽക്കുന്നവരായിരിക്കും. അവർക്കൊപ്പം വേഷം ധരിച്ച് പോകാനുള്ള സാഹചര്യമോ അവർക്കൊപ്പം എത്താനുള്ള ഒരു തരത്തിലുള്ള പരിപാടികളും നമ്മളെ കണ്ടാലേ അറിയാം നമുക്ക് അത്രത്തോളം ഒന്നും ഉള്ളവരായിരിക്കത്തില്ല. എങ്കിലും നമ്മൾ ഉള്ളതും വലിച്ചു കയറ്റിയിട്ട് വളരെ ഇതായിട്ട് ചെന്ന് നിൽക്കും. ബട്ട് അവിടെ നിന്ന് നോക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ലെവൽ എന്നുള്ള കാര്യം മനസ്സിലാവും. അതിന് പുറമേ നമ്മളോട് ചെന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോഴേക്കും നമ്മൾ വീണ്ടും പറയും, ഇത് എവിടെ നിന്ന് വരുന്നത്, എന്താ അത് ഞാൻ എൻ്റെ ഡാഡി ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അങ്ങനെ സംഭവങ്ങളിലൊക്കെ ഹതഭാഗ്യരായ കുറേ മനുഷ്യരൊക്കെ ഉണ്ട് ലോകത്ത്. അങ്ങനെ പല അവസരങ്ങളും ഭാഗ്യം പിന്നെ എനിക്ക് വന്നിട്ടുണ്ട്, പല സാഹചര്യങ്ങളിൽ വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും സ്വയം ഈ അപമാനം അത് സ്വയം ഏറ്റുവാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇല്ലായ്മ കൊണ്ടാണെന്നേ. അതുകൊണ്ട് ഇല്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ വല്ലായ്മ കൊണ്ടോ മറ്റുള്ളവരോട് ഇങ്ങനെ എന്താ പറയുക കുറച്ച് പറഞ്ഞ് അവരുടെ ഇത് പരിഹാസം വാങ്ങണ്ടെന്ന് കരുതി ചെയ്തു പോയതാവാം. എന്തായാലും ഇനി അത് ആവർത്തിക്കാതിരിക്കുക. നമുക്കുള്ളത് പറഞ്ഞാൽ മതി. ചെറ്റക്കൂടലാണോ കിടക്കുന്നത്, അങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി. നമുക്കില്ലാത്തതിന് ഇല്ല എന്ന് പറയുന്നതിന് യാതൊരു മടിയും വിചാരിക്കേണ്ട. നമുക്കുള്ളതിന് ഉള്ളെന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞ് അഭിരമിക്കേണ്ട കാര്യമൊന്നും ഇല്ല. സോ ഗൈസ്, എന്തായാലും അവർ നന്നായിട്ട് ജീവിക്കട്ടെ. എന്തായാലും ആ പയ്യൻ പഠിപ്പിച്ചല്ലോ, ഇത്രയും എത്തിച്ചല്ലോ, ഇനിയും മുന്നോട്ട് പോട്ടെ. അവർ പിരിഞ്ഞു പോയൊന്നുമില്ലല്ലോ, അവർ വേറെ വഴിക്കായിട്ടില്ലല്ലോ, ആ കുടുംബക്കാർ ഒരുമിച്ചായെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നു. എന്തായാലും എടുത്ത തീരുമാനം തെറ്റായിരുന്നുവെങ്കിലും ഇപ്പോൾ അവർ ഒരുമിച്ച് നന്നായിട്ട് ജീവിക്കുന്നതിനെ നമുക്ക് മുന്നോട്ട് പോട്ടെ എന്ന് തന്നെ പറയാം. നശിക്കാതിരിക്കട്ടെ, നന്നായിട്ട് വരട്ടെ. നിങ്ങളപ്പോൾ എന്താണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്ന റേസ്. ബൈ.